വിശ്വാസമീ യാത്ര. ബ്രദർ മിലൻ റാഫേൽ, മൈനർ സെമിനാരി, പരിയാരം. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണല്ലോ. എന്നാൽ എന്താണ് വിശ്വാസം? ക്രൈസ്തവ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഈ ലേഖനത്തിലൂടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മുടെ ഈ വിശ്വാസയാത്രയുടെ സമാപന ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്. ആധുനികതയുടെ ലഹരിയിൽ മുഴുകി ജീവിക്കുന്നവർക്ക് സത്യവിശ്വാസം കണ്ടെത്തുക എളുപ്പമല്ല. എന്നാൽ ക്രൈസ്തവരായ നമ്മൾ ഏകസത്യ ദൈവത്തെ മുറുകെ പിടിച്ചാൽ വഴിതെറ്റിപ്പോകാതെ ഈ വിശ്വാസയാത്രയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന ബോധ്യമുണ്ടാകണം. വിശ്വാസത്തിൻ്റെ ആദ്യ ഫലം ആനന്ദമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ച ആനന്ദം ചെറുതൊന്നുമല്ല എന്നതിന് ബൈബിളിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. ക്രിസ്തു ഫിലിപ്പോസിനെ എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ ഉദ്യോഗസ്ഥൻ്റെ അടുക്കലേക്ക് അയക്കുന്നതും തിരുവുദ്ധാനത്തിൻ്റെ വെളിച്ചത്തിൽ ഫിലിപ്പോസ് അവനോട് ദൈവവചനം പ്രഘോഷിക്കുന്നതായും നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ കണ്ണു തുറക്കപ്പെട്ടു. പണത്തിനു പിന്നാലെ മാത്രം പോയ അവൻ ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞു. ആ സത്യദൈവത്തിൽ വിശ്വസിച്ച നിമിഷം മുതൽ അവൾ അനുഭവിച്ച ആനന്ദം വർണ്ണാതീതമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി തിരയേണ്ടത് നമ്മളിലേക്കാണ്. എപ്പോഴെങ്കിലും നമുക്കും ഇതുപോലെയുള്ള അനുഭവം നമ്മുടെ പ്രാർത്ഥനയിൽ ദൃശ്യമായിട്ടുണ്ടോ? എങ്കിൽ അതാണ് ദൈവവും നീതിയും തമ്മിലുള്ള വിശ്വാസമാകുന്ന ആദ്യ ഫലം. വിശ്വാസം സുഗന്ധം പൂശലല്ല. വിശ്വാസം അത്തറല്ല പൂശി നടക്കാൻ. ഇത് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളാണ്. വിശ്വാസം എന്നത് ദൈവവും നീതിയും തമ്മിലുള്ള അദൃശ്യമായ അടയാളമാണ്. എന്നാൽ എനിക്കും നിനക്കും ലഭിച്ച സത്യവിശ്വാസം പ്രഘോഷിക്കുക എന്നത് നമ്മുടെ ജ്ഞാനസ്നാന ദൗത്യമാണ്. പക്ഷേ അത് വ്യക്തമായും സ്പഷ്ടമായും വെള്ളം ചേർക്കാതെയും പ്രഘോഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടു തരം വിശ്വാസമാണ് പൊതുവെ കണ്ടുവരുന്നത്. ഒന്നാമത്തേത് പൂർണ്ണമായ വിശ്വാസം. അത് ക്ഷതമേറ്റാലോ പീഡിപ്പിക്കപ്പെട്ടാലോ നഷ്ടപ്പെട്ടു പോവുകയില്ല. ഏത് ശാസ്ത്രത്തിനും തോൽപ്പിക്കാനാകില്ല. എന്നാൽ രണ്ടാമത്തേത് ഭൗതിക വിശ്വാസം. അത് ചെറിയ പ്രലോഭനങ്ങളിൽ പോലും നശിച്ചു പോകുന്നതാണ്. ഇതുപോലുള്ള വിശ്വാസം അത്ര പോലെ വിശ്വാസമാകുന്ന സുഗന്ധം പരത്തുമെങ്കിലും അതിന് അധികം ദൈർഘ്യമുണ്ടാവില്ല. നാം പരത്തേണ്ടത് ദൃഢമായ സത്യവിശ്വാസമാണ്. അത് ഉദ്ധരിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുമാണ്. വിശ്വാസവും ക്രിസ്ത്യാനിയും. എന്താണ് ക്രിസ്ത്യാനിക്ക് വിശ്വാസം എന്നതിൻ്റെ ഉത്തരം പൗലോസ് അപ്പോസ്തലൻ്റെ ഈ വാക്കുകളാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. എന്നാൽ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വിശ്വാസവും സ്നേഹവും പതിയെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആധുനികതയുടെയും പൈശാചിക തിന്മകളുടെയും മായാവലയത്തിൽ കുടുങ്ങിപ്പോയ നമ്മുടെ സമൂഹത്തിന് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൊൻപ്രഭ തൂകേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ ആവശ്യമാണ്. വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? CCCയുടെ 429 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ജ്ഞാനമാണ് അവിടുത്തെ പ്രഘോഷിക്കാനും ക്രിസ്തുവിലേക്കുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക്
മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. അതെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസവും സ്നേഹവുമാണ്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവസ്നേഹം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിശ്വാസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിലെന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മുറിയപ്പെടാൻ സാധ്യതയുണ്ട്. മാമോദിസ സ്വീകരിച്ചവരായ നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതും അത് പ്രഘോഷിക്കുക എന്നതും. ഇതിൽ നാം ദൃഢചിത്തരായിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായ നാം നമ്മുടെ വിശ്വാസമാകുന്ന ശക്തി കൈവെടിയരുത്.